ഹലോ സുഹൃത്തുക്കളെ, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു മൊബൈൽ ചാർജറാണ്. അപ്പോൾ ഇതിന് കുറേ നാളുകളായി എൻ്റെ പോയതാണ്. അപ്പോൾ നമുക്ക് ഇത് നോക്കാം, ഇതിന് എന്തായിരിക്കും ഫോൾട്ട് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്ലാസ്റ്റിക് എൻക്ലോഷർ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റാം. ശേഷം അതിൻ്റെ സർക്യൂട്ട് ബോർഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ആദ്യമേ ഉള്ള ഒരു ഫോൾട്ട് മിക്കവാറും ഇവിടെ ഒരു റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ 230 ലൈനിൽ നിന്ന് കുറച്ചിട്ട് നമ്മുടെ റെക്ടിഫയറിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്കവാറും ഇതിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ട് ചിലപ്പോൾ ഇത് ചൂടായി പോകാറുണ്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റിയിട്ടിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു ലോക്കലായിട്ട് എൻ്റെ കയ്യിലൊരു ചാർജർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചാർജറിൻ്റെ ഈ റെസിസ്റ്റർ എടുത്തിട്ട് നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഈ ചെക്ക് ചെയ്ത് കാണിക്കുന്ന എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളും ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ആദ്യം വരികയാണെങ്കിൽ ആദ്യം ഇൻപുട്ട് സൈഡിലുള്ള റെസിസ്റ്റർ ചെക്ക് ചെയ്ത് നോക്കുക, വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. എന്നിട്ട് ആ റെസിസ്റ്റർ ഒന്ന് മാറ്റിയിട്ട് നോക്കുക. ഞാനിപ്പോൾ ആ റെസിസ്റ്റർ മാറ്റിയിട്ടതിന് ശേഷം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ കാണിച്ചു തരാം. ഹലോ, അപ്പോൾ നമ്മൾ പോയ കമ്പോണൻ്റ് ഇതായിരുന്നു, റെസിസ്റ്ററാണ്. ഈ റെസിസ്റ്ററിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻപുട്ടിലെ 230 വോൾട്ട് കറണ്ടും വോൾട്ടേജും ലിമിറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ റെക്ടിഫയർ സെക്ഷൻ അതിലോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സിമ്പിൾ കമ്പോണൻ്റ് പോയതുകൊണ്ടാണ് ഞാനത് ജസ്റ്റ് സ്ക്രാപ്പിലിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് വെറുതെ നോക്കി ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെയാണ് അത് എടുത്തിട്ട് വന്നത്. അപ്പോൾ നമ്മൾ ഇത് മാറ്റിയതിന് ശേഷം എൻ്റെ ലോക്കൽ ഒരു ചാർജർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ചാർജറിന് ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ടായിരുന്നു, ഒരു R1 എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ അത് കണ്ടോ, R1 ഇവിടെ R1. അത് ഏകദേശം സെയിം തന്നെ റെസിസ്റ്റർ ആയിരിക്കും, അല്ലെങ്കിൽ വാല്യൂ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ റെസിസ്റ്റർ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മളെടുത്ത് ഇവിടെ സോൾഡർ ചെയ്ത് വെച്ചു. ഇവിടെ ഈ ഒരു സെക്ഷനിലായിരുന്നു മറ്റേതിരുന്നത്. അപ്പം ഇത് നമ്മളിവിടെ സോൾഡർ ചെയ്ത് വെച്ചു. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്തെ മെയിനായിട്ട് നിങ്ങളിപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യം, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചാർജറോ കാര്യങ്ങളോ പോവുകയാണെങ്കിൽ ജസ്റ്റ് സ്ക്രാപ്പിലിടുന്നതിന് മുന്നേ അത് ആദ്യം നോക്കുക. കാരണം ഇവിടെ ഒരു റെസിസ്റ്റർ എന്തായാലും ഉണ്ട്. കാരണം ഈ റെസിസ്റ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാർജർ എത്രത്തോളം യൂസ് ചെയ്യുന്നു അത്രത്തോളം ഇത് ചൂടാവാനുള്ള ചാൻസസും ഇത് പെട്ടെന്ന് ബേൺ ഔട്ടായി പോകുന്ന ഒരു പ്രവണത കണ്ടുവരാറുണ്ട്. അത് എല്ലാത്തരം SMPS ആണെങ്കിലും ഏത് തരത്തിലുള്ള ഇതിലാണെങ്കിൽ ഈ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ചൂടാവുന്ന എലമെൻ്റാണ്. നമ്മൾ കറണ്ട് ലിമിറ്റ് ചെയ്തുകൊണ്ട് വരുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതിരോധം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇത് ചൂടായി അത് ബേൺ ഔട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് വേറെ കമ്പോണൻസ് എല്ലാം തന്നെ ഒരു സ്റ്റാൻഡേർഡ് മാനുഫാക്ചർ ആണെന്നുണ്ടെങ്കിൽ അവർ സ്പെഷ്യലി ഡിസൈൻ ചെയ്ത്, അല്ലെങ്കിൽ അവരുടെ പർട്ടിക്കുലർ എല്ലാ കാര്യങ്ങളും ഡിസൈൻ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ഇതിന് ഈ പറയുന്ന അടുത്ത ഒരു കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫെറൈറ്റ് ട്രാൻസ്ഫോമർ, സ്വിച്ചിങ് ട്രാൻസ്ഫോമറാണ്. ഇതൊക്കെ നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്, നിങ്ങൾക്ക് കണ്ടറിയാം. ഇതിനൊക്കെ നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. കണ്ടോ, ഇത് നോക്കുക. അതേപോലെ തന്നെ ലോക്കലായിട്ടുള്ളതിൻ്റെ ജസ്റ്റ് നോക്കിക്കോളൂ. കണ്ടോ, നല്ല വ്യത്യാസമുണ്ട് ഈ ലോക്കലായിട്ടുള്ള ട്രാൻസ്ഫോമറിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയും അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് 1ൻ്റെ ബിൽഡ് ക്വാളിറ്റി. പിന്നെ ഇതിൻ്റെ അകത്തെ കമ്പോണൻ്റ് മെയിൻ പ്രശ്നം വരാറുള്ള ഈ കപ്പാസിറ്റർ ലീക്കേജ് ആയിട്ട്, അതായത് ഫങ്ഷൻ ആവാതെ വരാറുണ്ട്. പക്ഷേ ഈ ഒരു കേസിൽ ഇങ്ങനെയുള്ളൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിൽ മിക്കപ്പോഴും ഈ റെസിസ്റ്റർ കേടാവാനായിരിക്കാം ചാൻസസ് കൂടുതൽ. പിന്നെ ഇതിൻ്റെ അകത്തൊരു കുഞ്ഞ് IC കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. SMD ലെവലാണ്, ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റെസിസ്റ്റർ കാര്യങ്ങൾ ആദ്യം ചെക്ക് ചെയ്യുക. അതാണ് പോയതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്തൊരു കണക്ഷൻ കൊടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം ഇത് ഫങ്ഷൻ ആവുന്നുണ്ടോ ഇല്ലയോ. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അതായത് ഇതേപോലെ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ 2 വയർ നമ്മൾ സോൾവ് ചെയ്തു. കാരണം ഇതിൻ്റെ ഒരു എൻക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അഴിച്ച സമയത്ത് ഇങ്ങനെ ഇത് കുറച്ചൊന്ന് ജസ്റ്റ് ബ്രേക്ക് ആയി. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് പേസ്റ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ജസ്റ്റ് 2 വയർ സോൾഡർ ചെയ്ത് വെച്ചു. ഡാറ്റ കേബിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് പ്ലഗ് ഇൻ ചെയ്തിട്ട് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം ഒന്ന് പ്ലഗ് ഇൻ ചെയ്തോട്ടെ. സോക്കറ്റ് കുത്തി ഇനി അപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുത്തു. അവന് ഈ ചാർജ് കയറുന്നുണ്ടോ എന്ന് നോക്കാം. കണ്ടോ, ചാർജ് കാണിക്കുന്നുണ്ട്, ബാറ്ററി ചാർജ് കയറുന്നത് നമുക്ക് കാണാം. കണ്ടോ, അപ്പോൾ ഇതേപോലെ ഞാൻ ഉപേക്ഷിച്ച് കിടന്ന ജസ്റ്റ് ഒരു ചാർജറായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ചാർജർ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാമെന്ന് കരുതി ഞാൻ വെറുതെ ഒരു ഒറിജിനൽ വാങ്ങുമ്പോൾ 10,500 രൂപ എന്തായാലും ആകും. അപ്പം അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ജസ്റ്റ് നോക്കിയപ്പോൾ സംഭവം വർക്കാവുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് ഇലക്ട്രോണിക്സിൻ്റെ സംഭവം. കുറച്ചറിഞ്ഞാൽ എന്ത് കമ്പോണൻ്റാണ് ഫെയിലിയർ ആവുന്നത് എന്ന് ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കിയാൽ നമുക്കിതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിച്ചത്.
പിന്നെ ഇതിൻ്റെ അകത്ത് പോകാൻ ചാൻസസ് ഉള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഏറ്റവും കൂടുതലും റെസിസ്റ്റർ ആയിരിക്കാം. അപ്പോൾ ആ റെസിസ്റ്റർ ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്താൽ മിക്കപ്പോഴും ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമുക്ക് റെഡി ആവാനുള്ള ചാൻസസ് വളരെയധികം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ് രഞ്ജിത്ത്.